ഹലോ, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ അത് പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ. പുട്ടിൻ്റെ പൊടി പറഞ്ഞാൽ നമ്മൾ അജ്മി പുട്ടൊന്നുമല്ല, സാധാ അരിപ്പൊടി കൊണ്ടുള്ള പൊടിയാണ് കേട്ടോ. അതിൽ ചോറ് മിക്സ് ചെയ്തതാണ്, വെള്ളം കൂട്ടാതെ ചോറ് മാത്രം മിക്സ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. അത് ഞാൻ അതിൽ ചോറും പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ. ഉപ്പും വേണേ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വല്ലാണ്ട് ഇതാക്കരുത്, അപ്പോൾ അത് കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ നമുക്കൊന്നിനും ആ പുട്ടിൻ്റെ പൊടി ഒന്നിനും പറ്റില്ല. നമുക്ക് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ഒരു അടി അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒന്ന് പിന്നെയും തുറന്ന് നോക്കിയിട്ട് പിന്നെ അടിക്കും, അങ്ങനെയാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്, പക്ഷേ പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ആയാലും ഈ നനഞ്ഞിട്ടില്ല തോന്നി ഞാൻ ഒന്നും കൂടി അടിക്കും, വല്ലാണ്ട് അടിക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഇതിൽ ചെമ്പട്ടി ഇട്ടത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. കണ്ട, ഇത് നല്ല സോഫ്റ്റാണെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ്. ഇപ്പോഴത്തെ പൊടിയാണെങ്കിൽ അടിപൊളി പൊടിയായിരുന്നു കേട്ടോ, പ്രാവശ്യം കൂടുന്നത്. കണ്ട ഇതാണ് അതിൻ്റെ കുതിർന്നിക്കണെന്നുള്ള പൊടി. അതിൻ്റെ പുട്ടിൻ്റെ പൊടിയുടെ നനവൊക്കെ അയക്കണമെന്ന് കേട്ടോ. അതാണ് ഞാൻ അമർത്തി നോക്കിയത്. അപ്പം അങ്ങനെ തേങ്ങ ചെറിയതും ഇതുണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. കുറ്റിയുണ്ട് കേട്ടോ, അടുപ്പത്തുണ്ട്. പിന്നെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിത്. ഭയങ്കര സോഫ്റ്റ് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണ്ട. നിശ്ചയമുള്ളവരുണ്ടാവും, പക്ഷെ അറിയണവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ എനിക്കറിയണമെന്ന് ഞാൻ പറഞ്ഞു.